പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ബിഷപ്പ് ഫിലിപ്പ് നേരി ഇപ്രകാരം പറയുന്നുണ്ട്: ഏറ്റവും വലിയ പാപിയാണ് ദൈവകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അവകാശി. ഒരു കുടുംബത്തിന് ഉദാഹരണം ഞാൻ പങ്കുവയ്ക്കാം. ആ കുടുംബം നന്നായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നൊരു കുടുംബം. ദൈവം സമർത്ഥമായിട്ട് 5-6 മക്കളെയും നൽകിയിട്ടുണ്ട്. അതിൽ അവർ അഭിമാനം കൊണ്ടിരുന്നു. പക്ഷെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ, മൂത്ത മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴേ ആ കുടുംബം 2 തെറ്റിലാവുകയാണ്. കൂടുതൽ പേരും അമ്മയുടെ കൂടെ, അപ്പൻ്റെ കൂടെ 1-2 പേര് മാത്രം. അപ്പൻ വിഷമിക്കുന്നുണ്ട്, എങ്കിൽ അപ്പന് പരാതിയില്ല. അമ്മയുടെ കൂടെ മക്കളെല്ലാം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് സന്തോഷിക്കുമ്പോഴും അപ്പൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. എങ്കിലും അപ്പൻ ഒരു ദിവസം പോലും കുർബാന മുടക്കുന്നതിൽ നിന്നും മാറി നിന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുർബാനയിലുള്ള ഭക്തി അപ്പനുണ്ടായിരുന്നു. അപ്പനെന്നും ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോയി ഈശോയോട് പറയും: ഈശോയെ, നന്നായി പോയിരുന്ന കുടുംബം എന്തോ അസ്വസ്ഥതകൾ കൊണ്ട് 2ആയി. അമ്മയുടെ കൂടെ കൂടുതൽ മക്കളും, എൻ്റെ കൂടെ അങ്ങനെ എന്നെ മനസ്സിലാക്കാൻ ആൾക്കാരാരുമില്ല. എങ്കിലും അങ്ങൊന്ന് പരിഹരിച്ചു തരണം. നന്നായി പോയിരുന്ന കുടുംബത്തെ ആത്മീയ ചൈതന്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ അപ്പൻ എന്നും കണ്ണീരൊഴുക്കിയാണ് വിശുദ്ധ ബലിയെ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. ആ കണ്ണീര് ദൈവം കേട്ടു. ദൈവം തന്നെ മറ്റൊരു പുരോഹിതൻ വഴി ആ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടുകയും ആ കുടുംബത്തിന്റെ നിസ്സാര കാര്യങ്ങൾ, നിസ്സാരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പരിഹരിക്കാനായിട്ട് ഇടയാവുകയും ചെയ്തു. ഞാൻ പറയും, ആ അപ്പന്റെ കണ്ണീരൊഴുക്കലും അവിശ്വാസവും പരിശുദ്ധ കുർബാനയുടെ ആശ്രയബോധവും ആ കുർബാനയിൽ വന്ന് ഈശോയോട് പറയുന്നതും ഒക്കെ ആയിരിക്കണം അത് പരിഹരിക്കുവാൻ ഇടയായത്. 2 കൊരിന്ത്യസ് 12-ാം അധ്യായം 10-ാം തിരുവചനം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അതെ, കുടുംബങ്ങൾ ചിലപ്പോൾ തകർന്നു പോയെന്ന് വരും, ബന്ധങ്ങൾ ശിഥിലമായെന്ന് വരും. അപ്പോഴും നമ്മൾ നിരാശപ്പെടരുത്. നമുക്ക് ആശ്രയിക്കാൻ ദൈവികാരുണ്യമുണ്ട്, ദൈവികാനന്ദ ശക്തിയുണ്ട്, അവിടുത്തെ കൃപയുണ്ട്. അവിടുന്ന് കാണുന്നു, അവിടുന്ന് മനസ്സിലാക്കുന്നു, അവിടുന്ന് സ്നേഹിക്കുന്നു, അവിടുന്ന് പരിപാലിക്കുന്നു, അവിടുന്ന് നമുക്ക് സ്വർഗ്ഗരാജ്യം, നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. ആ വിശ്വാസത്തോടെ ദൈവികാനന്ദനാഥന്റെ ആശീർവാദം തേടാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് പുതിയ ജീവിതം, അനുഗ്രഹപ്രദമായ ജീവിതം തന്ന് അനുഗ്രഹിക്കുവാൻ ഈശോയോട് പറയണം. വിഷയങ്ങളെ ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാനെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാൽ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.